ഹലോ ഗൈസ്, നമ്മളിന്ന് ചേട്ടൻ്റെ കണ്ണിന് ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാലക്കുടിയത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. അത് കാരണം തന്നെ ടോക്കൺ കിട്ടിയത് 72ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന നമ്പർ 12 അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം പോസ്റ്റായി. ഞങ്ങൾക്ക് വലിയ വിഷയം ഉണ്ടായില്ല, പക്ഷെ കൂടെ വന്ന ഈ കക്ഷിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആൾ കുറേ നേരം ഇരുന്നും കിടന്നും മറിഞ്ഞൊക്കെ സമയം കുറേ ചിലവാക്കി. പിന്നെയും കലാപമായപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കലാഭവൻ ചേട്ടൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ മണിച്ചേട്ടൻ്റെ സ്റ്റാച്യു ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്കും പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങോട്ട് വരണേ. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് സമയമുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി മണിച്ചേട്ടൻ അന്തി ഉറങ്ങുന്ന ആ ഒരു സ്ഥലവും കൂടി കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. ഹോസ്പിറ്റലിലെത്തി. നമ്മുടെ ടോക്കൺ നമ്പർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഇതാ ഒരുത്തി ഈ ഹോസ്പിറ്റൽ മുഴുവനായിട്ട് നടത്തിച്ചിട്ടുണ്ട്. വലംജയിലായിരുന്നു ഹോസ്പിറ്റൽ. കറങ്ങി കറങ്ങി ഞങ്ങൾ വയ്യാണ്ടായി. പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തും കൂടെ ആൾ കലിപ്പായിരുന്നു കേട്ടോ. അവരിതാ മാറി മാറി എത്ര നോക്കിയിട്ടും ആളെ കലിപ്പ് മറന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ കറങ്ങിയപ്പോൾ 2018 നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ലെവലാണ് ഉണ്ടത്. എന്തായാലേ. അപ്പോൾ തിരിച്ചു പോന്ന് നമ്മളിതൊരു ഷേക്ക് കുടിക്കാൻ കയറി. ഷേക്ക് കുടിച്ചതാ വീട്ടിലെത്തിയപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ നല്ലതായി പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, നാളെ കാണാം.